ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. ബബ്ബ ഇറങ്ങാൻ 2 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. ഏറെ ആളുകൾ കാത്തിരുന്ന ആ ഒരു ലിറിക്കൽ വീഡിയോ ഇറങ്ങി. പക്ഷേ ആദ്യ ലിറിക്കൽ അല്ലെങ്കിൽ ആദ്യ സോങ്ങിന് പൊങ്കാലയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. അതെ, അഴിഞ്ഞാട്ടം എന്ന ആ ഒരു ഗാനത്തിന് വേണ്ടി, അതിൻ്റെ ലിറിക്കൽ വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ ആ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ വലിയ രീതിയിലുള്ള നെഗറ്റിവിറ്റിയാണ് ആ ഒരു പാട്ട് നേടിയെടുത്തത്. എന്താണേലും അത് പല കമൻറ്റുകൾക്കും കാര്യങ്ങൾ വരുന്നു. രസകരമായ ഒരുപാട് ഒട്ടുമിക്ക ആളുകളും പറയുന്നത് ഇതെന്താ കൈരളി കൊളാബ് ആണോ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ. ഈ പാട്ട് ഒറ്റ ദിവസം മാത്രം യൂട്യൂബിലോടും, അങ്ങനെയുള്ള പല കാര്യങ്ങളും. അതിനിടയിൽ രസകരമായ മറ്റൊന്ന് ഒരു പല കമൻറ്റുകളും നമുക്ക് കാണാൻ കഴിയുന്നു. വേറെ ഒന്നുമല്ല, ഇത് എഴുതിയവനെ ഇങ്ങ് വിളിച്ച് അവനൊരു വയലാർ അവാർഡ് കൊടുക്കാനാണ്. അങ്ങനെയുള്ള പല പല കമൻസുകളും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹൈപ്പിൽ നിന്ന ഒരു ചിത്രത്തിന് ഇത് വലിയ നെഗറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഗാനം മോശമായി അല്ലെങ്കിൽ അത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ച് സിനിമയെ അത് ബാധിക്കില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഈ ഗാനം എങ്ങനെയാണെങ്കിലും മോഹൻലാലിൻ്റെ പ്രകടനം അതാണ് ആളുകളെ അട്രാക്റ്റ് ചെയ്തത്. അതിഗംഭീരമായിട്ടുള്ള ഡാൻസ് തന്നെ. മോഹൻലാലിൻ്റെ പ്രസൻസ് അതൊന്നും തന്നെ മതി ഈ ഒരു സിനിമയെ ഏത് റേഞ്ചിലേക്കും വഴിതിരിച്ചു വിടാൻ കഴിയാൻ. കാരണം ഇന്ന് നമുക്കറിയാം മോഹൻലാൽ ആടിക്കഴിഞ്ഞാൽ അതേപോലെ ആടാൻ വേറെ ആരുമില്ല ഇന്ത്യൻ സിനിമയിലെന്ന് തന്നെ പറയാം. അത്ര മികച്ച രീതിയിലാണ് ഈ 65-ാം വയസ്സിലും മോഹൻലാലിൻ്റെ ഡാൻസ് അദ്ദേഹം ചെയ്യുന്നതിൻ്റെ അത്രയും എത്ര വലിയ ഡാൻസറാണെങ്കിലും ഒരു മലയാളിക്കും ഇഷ്ടപ്പെടാറില്ല എന്നുള്ളത് തന്നെയാണ്. അതുതന്നെയാണ് ലാലേട്ടൻ്റെ അക്ഷരാർത്ഥത്തിലുള്ള അഴിഞ്ഞാട്ടമാണ് ഈ ഒരു സോങ്ങിലും നമുക്ക് കാണാനുള്ളത്. അത്ര ഒരു ഡബ്ഡ്, അതായത് പല കമൻസുകളിൽ കാണുന്ന പോലെ തെലുങ്ക് സിനിമയുടെ പാട്ട് ഡബ്ബ് ചെയ്ത പോലെയുണ്ട്. ഏറെ പ്രതീക്ഷ വെക്കുന്നത് മോഹൻലാലിൻ്റെ പ്രസൻസ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഗാനം നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയത് ഒന്ന് കമൻസിലൂടെ പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രീൻ മീഡിയാസ്.